വീട്ടിൽ യുവതി ജീവനൊടുക്കി. കേരളത്തില് ഇപ്പൊ ഒരുപാടായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. അതിനുശേഷം ഭർത്തൃവീട്ടുകാരുടെ പീഡനമാണ് മകളുടെ മരണത്തിന് കാരണമെന്ന് ഘോരം പ്രസംഗിച്ചു വരുന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കാണാം. എന്നാലും അവർ സ്വയം ചോദിക്കേണ്ട തികച്ചും ന്യായമായ ഒരു ചോദ്യമുണ്ട്. മകൾ അനുഭവിച്ച പീഡനങ്ങൾ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ആ മകളെ തിരിച്ചു വിളിച്ചില്ല? അപ്പൊ ആ മരണത്തിന് മാതാപിതാക്കൾ ഒരു കാരണമല്ലേ? ഭർത്തൃവീട്ടിൽ പീഡനം അനുഭവിക്കുമ്പോൾ സഹിക്കാൻ പഠിപ്പിക്കലാണ് നമ്മൾ കണ്ടിട്ടുള്ള പല ദുരിതങ്ങളുടെയും തുടക്കം. നാട്ടുകാരെന്ത് പറയും എന്നുള്ള കപട സദാചാര ചിന്ത മാറ്റി മക്കൾക്ക് തിരികെ വരാൻ സ്വന്തം വീട് എപ്പോഴും തുറന്നു കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു ധൈര്യം മാതാപിതാക്കൾക്ക് കൊടുക്കാൻ കഴിയണം. ജീവനറ്റ ശരീരത്തെക്കാൾ എത്രയോ ഭേദമാണ് ജീവനുള്ള സ്വന്തം മകൾ. പല സ്ഥലങ്ങളിലും മകൾ അനുഭവിക്കുന്ന ക്രൂര പീഡനങ്ങളെ കുറിച്ച് ഫോൺ ചെയ്ത് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ മാതാപിതാക്കൾ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്: എല്ലാം സഹിച്ച് ജീവിക്കുമോളെ, കുടുംബമാകുമ്പോൾ ഇതൊക്കെ പതിവാണ്. ഇതിന് പിന്നില് മകളോടുള്ള സ്നേഹമൊന്നുമല്ല, നാട്ടുകാരെന്ത് പറയുമെന്നുള്ള പേടിയാണ്. മകൾ വീട്ടിലേക്ക് വരുന്നതല്ല നാണക്കേട്, മറിച്ച് അവൾ ജീവനോടെ ഇരിക്കാനുള്ള പിന്തുണ കൊടുക്കുന്നതാണ് അന്തസ്സ് എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കണം. അവരൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ പെൺകുട്ടികൾ ഇന്നും ജീവനോടെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നേ. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറുന്ന സമൂഹത്തിന്റെ ത്വരയും നാട്ടുകാരെ ഭയന്ന് കപടമൂല്യങ്ങളുടെ പേരിൽ സ്വന്തം മകളെ നരകത്തിലേക്ക് തള്ളിവിടുന്ന മാതാപിതാക്കളുടെ ചിന്താഗതിയാണ് മാറേണ്ടത്. മരിച്ചു കഴിഞ്ഞ് മുതലക്കണ്ണീരൊഴുക്കി ഒരു മാതാപിതാക്കളും പുണ്യാളന്മാരാകാമെന്ന് വിചാരിക്കേണ്ട. കൊന്നത് നിങ്ങളും കൂടിയാണ്. നഷ്ടപ്പെട്ടത് അവൾക്ക് മാത്രമാണ്. ഒരുപാട് ആഗ്രഹിച്ച സന്തോഷം, സ്വപ്നങ്ങൾ കണ്ട ജീവിതം എല്ലാം നടത്തിയെടുക്കുന്നതിന് മുന്നേ കത്തി എരിയേണ്ടി വന്ന അവൾക്ക് മാത്രമാണ് നഷ്ടങ്ങൾ സംഭവിച്ചത്. പെൺകുട്ടികളോടാണ് എന്ത് പൊറുക്കണം, എന്ത് സഹിക്കണം. ജീവനേക്കാൾ വലുതാണോ അഭിമാനം? വിവാഹബന്ധം ബന്ധനമായാൽ ഒത്തുപോകാൻ കഴിയില്ലെന്ന് മനസ്സ് പറഞ്ഞാൽ അവസാനിപ്പിക്കേണ്ടത് ജീവനല്ല, അയാളുമായിട്ടുള്ള ജീവിതമാണ്.